നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 528 528. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 528. സർഗം 21. ലീലാകാന്ഡം. ഭഗവാന്റെ ലീലാകാന്ഡം. നന്ദൻ്റെ സുഹൃത് ലാഭചിന്തയും യശോദയുടെ വിശ്വരൂപ ദർശനവും. അതിലെ 17ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. ഇത്ര മാഹാത്മ്യം തിങ്ങും ഒരു ഉത്തമ സുഹൃത്തിനെ ലഭിച്ചത് എൻ്റെ ജന്മത്തിലൊരു വമ്പിച്ച ഭാഗ്യമാം എന്ന് പറഞ്ഞു. വസുദേവരെ നന്ദഗോപരെ സംബന്ധിച്ചിടത്തോളം വസുദേവരായിട്ടുള്ള മൈത്രി ഏറ്റവും വലിയ അസുലഭ ഭാഗ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത ശ്ലോകം 18. എന്ന ഓർത്ത് ഓമൽ കിടാവിൻ്റെ മന്ദസ്മിത മനോഹരം ശ്രീമുഖം കാണുവാനായി ചെന്നെടുത്താൻ മുകിൽ വർണ്ണനെ. എന്ന ഓർത്ത് ഓമൽ കിടാവിൻ്റെ മന്ദസ്മിത മനോഹരം ശ്രീമുഖം കാണുവാനായി ചെന്നെടുത്താൻ മുകിൽ വർണ്ണനെ. 2-4 കുരുകുത്തി മുല്ലപ്പൂമൊട്ടു പോലവേ. പല്ലുകളെ ഭഗവാന് മേൽവരിയിൽ 2-4 കുരുകുത്തി മുല്ലപ്പൂമൊട്ടു പോലവേ. മിന്നുന്ന കിക്കിരി പല്ലു കാണുവാൻ കൊതി പൂണ്ടവൻ. അതായത് നന്ദഗോപുരക്ക് കൂടി മകൻ്റെ പൊന്നോമന പല്ലുകൾ കാണാനുള്ളൊരു താല്പര്യം ഉണ്ടായി. പുരുഷനാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അല്ലേ, അവരവരുടെ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ പറയുക. കൈത്താരിൽ നിന്നു വയ്ക്കാതെ ലാളിക്കും ഗോകുലാധിപൻ. ഗോകുലത്തിൻ്റെ അധിപനായിരിക്കുന്ന നന്ദഗോപര് തൻ്റെ കൈത്തണ്ടയിൽ വെച്ച് നിലത്ത് വയ്ക്കാതെ കണ്ട് ലാളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഉണ്ണിക്കണ്ണനെ. നിർത്തിയാൽ വീഴും ആ മട്ടാം കുഞ്ഞിൻ നിസ്തുലകാന്തിയിൽ. നിർത്തിയാൽ വീഴും അമ്മട്ടാം കുഞ്ഞിൻ നിസ്തുലകാന്തിയിൽ. അലിഞ്ഞലിഞ്ഞു മന്നാകെ മറന്നു മഹിതാശയൻ. താൻ ആരാണ്, എവിടെയാണ്, എന്താ ചെയ്യണതാ എന്ന് മറന്നു. അതാണ് അലിഞ്ഞലിഞ്ഞു മന്നാകെ മറന്നു. ഭൂമിയിലാണ് ഞാൻ എന്നുള്ളത് മറന്നു എന്നാണ് അർത്ഥം പറയാം. പുഞ്ചിരി കൊണ്ടു നിൽക്കും തൻ പൈതലിൻ കൊച്ചു കൈവിരൽ പിടിച്ചുടൻ മെല്ലെ മെല്ലെ പിച്ച നടത്തിയും. തൻ്റെ ചൂണ്ടാണി വിരൽ പിടിപ്പിച്ചുകൊണ്ട് കുറേശ്ശെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു 7-8 മാസം ഉണ്ടാവും. അപ്പോൾ പറഞ്ഞു പുഞ്ചിരിച്ചു കൊണ്ടു നിൽക്കും തൻ പൈതലിൻ കൊച്ചു കൈവിരൽ പിടിച്ചുടൻ മെല്ലെ മെല്ലെ പിച്ച നടത്തിയും മരങ്ങൾ ചൂണ്ടിക്കാണിച്ചും മണിത്തൊട്ടിലാട്ടിയും കളിപ്പിച്ചും ചിരിപ്പിച്ചും ഇക്കിളിപ്പിച്ചും അങ്ങനെ പരമാനന്ദ വൈവശ്യമാർന്നുകൊണ്ടുല്ലസിക്കവേ. അവിടെ ഒന്നും പറയാനില്ല, വേദാന്തപരമായിട്ടൊന്നുമില്ല. അതൊരു കവിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചപ്പാട്. അത് നമ്മൾ അനുഭവിക്കുക, ആസ്വദിക്കുക. കളിപ്പിച്ചും ചിരിപ്പിച്ചും ഇക്കിളിപ്പിച്ചും അങ്ങനെ പരമാനന്ദ വൈവശ്യമാർന്നുകൊണ്ടുല്ലസിക്കവേ. യശോദയ്ക്കുള്ളിലുളവാം ഭയശങ്കകൾ പോക്കുവാൻ. യശോദമ്മയ്ക്ക് എന്തൊക്കെയോ ഉള്ളിൽ ചില ഭയ ആശങ്കകളുണ്ട്. അതൊന്ന് കളയണം എന്ന് ആർക്ക് താല്പര്യം? ഭഗവാന്, ഉണ്ണികൃഷ്ണന്. യശോദയ്ക്കുള്ളിലുളവാം ഭയാശങ്കകൾ പോക്കുവാൻ അമ്മയ്ക്കു തൻ മഹൈശ്വര്യം കണ്ടു പഠിക്കുവാൻ. താൻ ആരാണെന്നും താൻ എന്താണെന്നും മനസ്സിലാക്കി കൊടുത്താൽ തർക്കടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അമ്മയ്ക്കു തൻ മഹൈശ്വര്യം കണ്ടു പഠിക്കുവാൻ
തന്മയ് കനത്തതിൻ മൂലം അല്പമൊന്നറിയിക്കുവാൻ. അപ്പോൾ ഇപ്പോൾ ആരാ എടുത്തിട്ടുള്ളത്? അമ്മയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കനം തോന്നിയെന്നാ. തന്മയ് കനത്തതിൻ മൂലം അല്പമൊന്നറിയിക്കുവാൻ അകതാരിങ്കലോർത്താൻ അമ്പുജേക്ഷണൻ എന്നെന്നും ആത്മാരാമന്മാരായോർക്കാശയമായവൻ. അത് ഞാൻ വിടില്ല, ആ രണ്ടുപേരും ഞാൻ വിടില്ല. കാരണം എന്താ? എന്നെന്നും ആത്മാരാമന്മാരായോർക്കാശ്രയമായവൻ. എല്ലാവരിലും ഈശ്വരൻ ഇരിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും ഈശ്വരനെ ആശ്രയിക്കണില്ല എന്നുള്ള സത്യമാണ് ഇവിടെ വിളിച്ചു പറഞ്ഞത്. എന്നെന്നും ആത്മാരാമന്മാരായോർക്കാശ്രയമായവൻ. ഇപ്പോൾ കറണ്ടാണെങ്കിൽ സ്വിച്ച് ഇട്ടാൽ എല്ലാ ബൾബും കത്തും, ഫീസായ ബൾബ് കത്തില്ല. അതേപോലെ ഇവിടെ അങ്ങനെയല്ല, കത്താത്ത ബൾബാണ് ജാസ്തി. എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ ചൈതന്യമുണ്ട്. തൻ്റെ ഹൃദയഗുഹ്വരത്തിൽ ബ്രഹ്മൈശ്വര്യം വിളയാടണമെന്ന് അറിയുന്ന ആൾക്കാരെ 0.5% ഉണ്ടാവുള്ളൂ. 0.1 അല്ല, സോറി, 1% കൂടി ഇല്ല, 0.5. നേരെ മറിച്ച് കുറേ ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ തിക്കും തിരക്കുണ്ടാവില്ല. ശബരിമലയിലും പഴനിയിലും മധുരയിലും തിരുവേങ്കടത്തും അതായത് വെങ്കടാചലപതിക്കും ഗുരുവായൂരിലൊന്നും ഇങ്ങനെ ക്യൂ നിൽക്കില്ല ആൾക്കാർക്ക് അറിയില്ല. ആൾക്കാർ കൃഷ്ണനെ തേടി ഓടി വാ കണ്ണ ചാടി വാ കണ്ണ എന്നിങ്ങനെ പറഞ്ഞ് ചെറിയ കുട്ടികളെ കാണാൻ എല്ലാവർക്കും കൗതുകമാണ്. ഒക്കെ ശ്രീകൃഷ്ണനാന്ന് പറഞ്ഞാൽ എന്നാൽ തർക്കടില്ല. ആ ഒരു ഭാവം എല്ലാറ്റിലും ഉണ്ടെങ്കിൽ തർക്കടില്ല. ആ ഒരു ഭാവം എല്ലാറ്റിലും ഉണ്ടെങ്കിൽ തർക്കടില്ല. അതിട്ടില്ലേ ഇനി, അതാണ് പ്രശ്നം. ഒരു മിനിറ്റ് ഇൻട്രപ്ഷൻ ഉണ്ടായി, സാരമില്ല, എന്താ ചെയ്യുക, എന്നെ അത് കട്ട് ചെയ്യാൻ വയ്യ. പുതിയ ഫോണാണ്, കേടുവന്നില്ല, സ്ക്രീനൊന്നും കേടായിട്ടില്ല. അറിയാതെ കണ്ടൊരു മഴത്തുള്ളി വീണു, അതാണ് പ്രശ്നം ഉണ്ടായത്. സാരമില്ല. അപ്പം ഇവിടെ എന്നെന്നും ആത്മാരാമന്മാരായോർക്കാശ്രയമായവൻ വിനയത്തിൻ്റെ പട്ടുവിരിപ്പിൽ വിലസിടുവോൻ. പട്ടിൽ കിടന്നുറങ്ങാണ്, യശോദമ്മ എടുത്തിട്ടില്ല കേട്ടോ. വിനയത്തിൻ്റെ പട്ടുവിരിപ്പിൽ വിലസിടുവോൻ. ഒരു നാൾ മണിമഞ്ചത്തിൽ മുകിൽ വർണ്ണൻ മനോഹരൻ കിടന്നു തനിയെ തന്നെ പാൽപുഞ്ചിരി പൊഴിക്കവേ. തന്നെത്താൻ മറന്ന് കിടന്ന് കയ്യും കാലിട്ട് ചിരിച്ച് കളിക്കുകയാണ് അദ്ദേഹം. ഒരു നാൾ മണിമഞ്ചത്തിൽ മുകിൽ വർണ്ണൻ മനോഹരൻ കിടന്നു തനിയെ തന്നെ പാൽപുഞ്ചിരി പൊഴിക്കവേ. യശോദാദേവി ചെന്ന് ഓമൽ കുഞ്ഞിനെ കൗതുകത്തിനാൽ എടുത്തമ്പാർന്നു മടിയിലിരുത്തി മഹിളാമണി. പോയതും വാരി എടുത്ത് ഉമ്മക്ക് വെച്ച് തൻ്റെ മടിയിലിരുത്തി. വാത്സല്യത്തള്ളാലാൽ താനെ ചുരന്ന മുലയേകിനാൽ. വാത്സല്യത്തിൻ്റെ തള്ളുകൊണ്ട് സ്തനം തനിയെ ചുരന്നു, പാല് ചുരന്നു. വേഗം മുലക്കച്ച മാടി കുട്ടിക്ക് സ്തന്യപാനം കൊടുത്തു. വാത്സല്യത്തള്ളലാൽ താനെ ചുരന്ന മുലയേകിനാൽ കുനുവാർ കുന്തളം കോതിമിനിക്കൊണ്ടുമെല്ലവേ. ഇല്ലേ, ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ കുട്ടീനെ മാറോടണച്ച് കാലൊക്കെ തലോടി വലത് കൈകൊണ്ട്, എന്നിട്ട് വലത് കൈകൊണ്ട് ഭഗവാന്റെ മുഖാരവിന്ദം ഒന്ന് തലോടി ആ നെറ്റിയിൽ കുനുകുനുത്ത കാർക്കൂന്തൽ സ്പ്രിങ് പോലെയുള്ളതിനൊക്കെ ഒന്ന് വഴിഞ്ഞിട്ടു. ചുരന്ന മുലയേകിനാൽ കുനുവാർ കുന്തളം കോതിമിനുക്കി കൊണ്ടുമെല്ലവേ. അമ്മിഞ്ഞയുണ്ണും കുഞ്ഞിൻ്റെ കമനീയ മുഖാംബുജം നോക്കി ഒരേ മട്ടിലിളകാതിളമാൻ മഴി. അതായത് നോക്കി ഒരേ മട്ടിൽ ഇളകാതിളമാൻ മിഴി. ഇളമാൻ മിഴി, ഓ ആ വാക്ക് പ്രാസങ്ങൾ ഇങ്ങനെ വെച്ച് വീക്കിനാണ്. ഇളകാതെ ഇളമാൻ മിഴി, ഇളകാതെ കണ്ട് ഒരു മാൻകുട്ടിയുടെ കണ്ട അത്ഭുതം കൂറാണ്. അമ്മയായതിലമ്മട്ടൊന്നഭിമാനിച്ചു മിന്നവേ. ഞാൻ ഈ കുട്ടിയുടെ അമ്മയാണ് എന്നൊരു അഹങ്കാരം ഉള്ളിലുണ്ടായിന്ന, അത് തീർത്തു കൊടുക്കണം. ഞാൻ ആരുടെ അമ്മയാണ്? എനിക്ക് അമ്മയും അച്ഛനൊന്നുമില്ല. ആർക്ക്? ഭഗവാന്.
ഭഗവാൻ നിരാകാരനാണെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിൽ നിന്ന് വിടരുത്. ഇവിടെ ഭഗവാൻ സകാമനായിട്ട് തൻ്റെ ഭക്തന്മാരെ ആശ്രയിച്ചിട്ടുള്ള ഭക്തന്മാരെ അനുഗ്രഹിക്കാനും ആസുരീയ പ്രവൃത്തികളെ ഭൂലോകത്തിൽ നിന്ന് ഉന്മൂലനാശനം ചെയ്യുന്ന വ്യാജേന അവർക്ക് മോക്ഷം കൊടുക്കാനും വേണ്ടിയിട്ടാണ് അവതാരം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അമ്മയായതിൽ അമ്മട്ടൊന്നഭിമാനിച്ചു മിന്നവേ ഉണ്ണൽ മതിയാം അമ്മതൻ മുഖപങ്കജം നോക്കി നീലാരവിന്ദാക്ഷൻ ഇളം പുഞ്ചിരി തൂകിനാൻ. കുട്ടി അമ്മയെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു എന്ന് മാത്രമല്ല, കൗതൂഹലം പൂണ്ട ആരോമൽ പൈതലിൻ പൂങ്കൾ തടം, അത് കവിൾ തടം മേന്മേൽ അമ്പാൽ ചുംബിച്ചു. 2 കവിളുകളും മാറി മാറി ചുംബിച്ചു. കോൾമയിർ കൊണ്ടും ആ മാനിനി അപ്പോഴേക്കുണ്ണി നീലത്താരിത നേത്രങ്ങൾ അങ്ങനെ ചിമ്മിത്തുടങ്ങിനാൻ. കണ്ണ് മെല്ലെ മെല്ലെ ഇങ്ങനെ അടയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് മെല്ലെ ഒരു കോട്ടുവായി ഇടണ കൂടുതൽ വായിന്ന് തുറന്നു. ചിമ്മിത്തുടങ്ങിനാൻ മെല്ലെ കോട്ടുവായിട്ടുകൊണ്ടവൻ പിളർന്ന പിഞ്ചു പവിഴച്ചോരി വായവിൽ നോക്കവേ. അപ്പോൾ യശോദമ്മ കഷ്ടകാലത്തിന് ആ കുഞ്ഞെ വായയുടെ ഉള്ളിലേക്കൊന്ന് നോക്കി. അബദ്ധയ്യോ, മൂർച്ഛിച്ചു വീണുന്നാണ് പറഞ്ഞതേ. കണ്ടാൾ എന്ത് കാടും പുഴകളും കടലും കുന്നും ഊഴിയും ആകാശവും സൂര്യചന്ദ്രജ്യോതിർഗോളാദി സർവവും വെറും പ്രാപഞ്ചിക സ്വപ്ന പകർപ്പെന്നതുപോലവേ സർവേശ്വരൻ കാട്ടും ഇന്ദ്രജാലം എന്നതുപോലവേ. ഭൂലോകത്തിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ വായിൽ കണ്ടുന്നാ. കണ്ടാൽ കാടും പുഴകളും കടലും കുന്നും ഊഴിയും ആകാശവും സൂര്യചന്ദ്ര ജ്യോതിർഗോളാദി സർവവും വെറും പ്രാപഞ്ചിക സ്വപ്നം പകർപ്പെന്നതുപോലവേ സർവേശ്വരൻ കാട്ടും ഇന്ദ്രജാലമെന്നതുപോലവേ വാസനാബദ്ധചേതസ്സിൻ ഭാഷ്യമെന്നതുപോലവേ. എന്തിൻ്റെ ഉപമയെ പറഞ്ഞത്? വാസനാബന്ധ ചേതസ്, വാസനാബന്ധം. അച്ഛൻ, അമ്മ, മക്കള്, വാട്ട് നോട്ട്. ഈശ്വരനോട് മാത്രം ബന്ധമില്ല നമുക്ക്. ആ ബന്ധം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വളരെ കുറ്റമറ്റതായിട്ട് തീരും. അതിനാണ് ഞാൻ എപ്പോഴും 8, 10, 12 വയസ്സിൽ ഇതൊക്കെ പഠിച്ചിരിക്കണമെന്ന് പറയാൻ കാരണം. ഈശ്വരൻ്റെ ചമത്കാരം അനുഭവയോഗ്യമാവണമെങ്കിൽ ഈശ്വരനാണ് തൻ്റെ ആത്മമിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അനാദികാലം മുതൽക്ക് ഭഗവാൻ ഭൂതഭാവേശ ന ജാനേ ഹിതം ആത്മന ത്വമേവ സഞ്ചിന്തി വിഭോ ഹിതം മേ കർത്തുമർഹസി. ഒരു ആദർശ പ്രാർത്ഥനയുണ്ട്, എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ ലോകൈകനാഥ ദീനബന്ധോ, എനിക്ക് എന്ത് കിട്ടിയാൽ സ്വസ്തി ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല, അങ്ങയ്ക്കറിയാം. കാരണം അനാദികാലം എൻ്റെ സഖാവായിട്ട് അങ്ങുണ്ട്. അതുകൊണ്ട് എൻ്റെ കർമ്മഫലത്തിനനുസരിച്ചിട്ടുള്ളത് തരുന്ന. ഇത് മനസ്സിലാക്കിയാൽ പിന്നെ സത്കർമ്മം ചെയ്യാതെ കൊണ്ടിരിക്കും ഒരാൾ. ഇപ്പം സത്കർമ്മം ചെയ്യാതെ കണ്ട് ദുഷ്കർമ്മം ചെയ്യണത് എങ്ങനെയാണ്? എങ്ങനെയെങ്കിലും വെട്ടിപ്പിടിച്ച് കുറച്ച് കാശുണ്ടാക്കണം, അത്രയേ ഉള്ളൂ. അത് നമ്മളെ നരകദ്വാരത്തിലേക്ക് തള്ളിവിടുന്നുള്ള സത്യാവസ്ഥ നമ്മൾക്ക് ഉൾക്കൊള്ളാനുള്ള പ്രേരണ പുരാണ പാഠ്യ വിഷയമാക്കിയിട്ട് ഗുരുനാഥന്മാരിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. കാശ് ചെലവാക്കി കുറേ ലക്ഷങ്ങൾ പൊടിപ്പിച്ചിട്ടാണ് നമ്മൾ സപ്താഹ യജ്ഞങ്ങൾ, സത്രങ്ങൾ നടത്തുന്നത്. അവിടെയും ആരും സധൈര്യം വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കില്ല, പിന്നെ വിളിക്കില്ല, വേണ്ട. അപ്പോൾ ഞാനൊരു 7-8 പ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തിൽ മേൽപ്പത്തൂർ പട്ടതിരി ഹാളിൽ പ്രഭാഷണം ചെയ്തിട്ടുണ്ട്. എനിക്കാരും എൻ്റെ ഈശ്വരൻ ഉണ്ടെന്നല്ലാണ്ട് ഗോഡ് ഫാദേഴ്സ് ആരുമില്ല. പക്ഷേ ഇപ്രാവശ്യം ഒരു കൊല്ലമായി, കഴിഞ്ഞ വൈശാഖ മാസത്തിൽ, ഇപ്പോൾ വൈശാഖ മാസം കഴിഞ്ഞു, വിളി വന്നില്ല, വേണ്ട. പക്ഷേ എനിക്ക് വേറൊരു വിളി കിട്ടി. എന്താ? ഭാഗവതം മൂലം അർത്ഥം പറയാൻ ഒരു സന്ദർഭം. എൻ്റെ നാട്ടുകാരി എൻ്റെ ശിരോലിഖിതം അല്ലെങ്കിൽ എൻ്റെ ജാതകം എഴുതിയ കുട്ടപ്പ പണിക്കരുടെ ഐ തിങ്ക് 3ാമത്തെ മകൻ്റെ ബാബുവിൻ്റെ മിസ്സിസ് മുഖാന്തരം
ഞാനതെടുത്ത് വീശി കൊടുക്കുകയാണ് 55 മിനിറ്റ് 1 മണിക്കൂർ. അപ്പോൾ ഭഗവാനാണ് ആ കുട്ടീനെ തോന്നിപ്പിച്ചിട്ടുണ്ടാവുക. ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇനിയൊന്നും വേണ്ട, അങ്ങനെ ഒരു തണുപ്പൻ മട്ടിൽ ഈ ശ്രീകൃഷ്ണ കഥാമൃതത്തോടു കൂടിയൊക്കെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം കണക്കിന് പോയ 14,000 ദിവസം എനിക്ക് ആയുസ്സുണ്ടാവുക അറിയില്ല, എത്ര വർഷം വേണ്ടി വരും എനിക്കറിയില്ല. എന്തോ ആവട്ടെ, വരാൻ പോണത് അല്ലേ. എനിക്ക് എന്താണ് പറയുക, പിന്നെ എക്സൈറ്റഡ് ആണ്, പക്ഷേ ആശങ്കകളില്ല, വേണ്ട. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, വെറും പ്രാപഞ്ചിക സ്വപ്ന പകർപ്പെന്നത് പോലവേ സർവേശ്വരൻ കാട്ടും ഇന്ദ്രജാലം എന്നത് പോലവേ വാസനാബദ്ധചേതസ്സിൻ ഭാഷ്യമെന്നത് പോലവേ ആത്മാവിൻ നാനാവിധമാം വിശ്വമെന്നത് പോലവേ മികവഴും അതുമട്ടിൽ ഈശ്വര പ്രകടിതമാകിയ ദിവ്യശക്തിയാൽ, അണ്ടർലൈൻ ചെയ്യണം, മികവഴും അതുമട്ടിൽ ഈശ്വര പ്രകടിതമാകിയ ദിവ്യശക്തിയാൽ. ഈശ്വരന് പ്രകടമാവണമെങ്കിൽ ഒരു ശരീരം വേണം. അത് ഏത് ഗരുഡനായിട്ടും പാമ്പായിട്ടും ചേരയായിട്ടും പുഴുവായിട്ടൊക്കെ വരും. അദ്ദേഹം തന്നെ നരഹരിയായിട്ട് വന്നുല്ലോ, ആമയായിട്ട് വന്നുല്ലോ, പന്നിയായിട്ട് വന്നുല്ലോ, ബലരാമനായിട്ട്, ശ്രീകൃഷ്ണനായിട്ട് എന്ന് വേണ്ട, വാട്ട് നോട്ട്. നമ്മളൊക്കെ ഭഗവാന്റെ അംശം. അപ്പോൾ മികവഴും അതുമട്ടിൽ ഈശ്വര പ്രകടിതമാകിയ ദിവ്യശക്തിയിൽ, അതായത് മായ, വികചമിഴികൾ മെല്ലെ വിസ്മയത്തികവോടു ചിമ്മിയുടൻ മനസ്സിനി. കണ്ണടച്ചു ഭയാക്രാന്തയവള് യശോദമ്മ. വികജമിഴികൾ മെല്ലെ വിസ്മയത്തികവോടു ചിമ്മിയുടൻ മനസ്സിനി. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാഖാണ്ഡേ ഏകവിംശ സർഗ. അങ്ങനെ 21-ാം സർഗം അവിടെ കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. 22-ാം സർഗം ഗർഗമഹർഷിയുടെ ആഗമനം. കുട്ടികൾക്ക് പേരിടാൻ പോവുകയാണ്, നാമകരണം ചെയ്യാൻ വേണ്ടി ഗർഗമഹർഷി വരികയാണ്. വളരെ സൂത്രത്തിലാണ് വരുന്നത്, ഭഗവാൻ അയച്ചതാണ് ഭഗവാന്റെ പേരിടാൻ വേണ്ടിയിട്ട്. എന്നാ പരസ്യമായിട്ട് വേണ്ടെന്നാ. 1-ാമത്തെ ശ്ലോകം. പുകഴും നന്ദഗോപാലൻ പിറ്റന്നാൾ അതിരാവിലെ കുളിയും ജപവും മുറ്റും കഴിഞ്ഞ് അത്യന്ത നിർമ്മലൻ. നന്ദഗോപൻ ആരാന്നാ പറഞ്ഞത്? അത്യന്ത നിർമ്മലൻ. അങ്ങനെ വ്യാസഭഗവാന്റെ തൂലികയാൽ പ്രശംസിക്കപ്പെട്ട ഒരു നിർമ്മലാവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കിക്കൂടെ? അതിനുവേണ്ടി പ്രവർത്തിച്ചുകൂടെ? പുകഴും നന്ദഗോപാലൻ പിറ്റന്നാൾ അതിരാവിലെ കുളിയും ജപവും മറ്റും കഴിഞ്ഞ് അത്യന്ത നിർമ്മലൻ വയമ്പും സ്വർണവും തേനിൽ ചാലിച്ച് ഏകി അതൊരു കൂട്ടക്ഷര. ചാലിച്ചേകി കിടാങ്ങളെ എടുത്ത് അമ്പാർന്നു ലാളിച്ചും കൊണ്ടോർത്താൻ ഉള്ളിൽ ഇങ്ങനെ. യശോദയും അതേ കാര്യം അതേ സമയം ഈ വിധം ചോദിച്ചാൽ അത്ഭുതം കുഞ്ഞിൻ ഗൃഹസ്ഥിതി അറിഞ്ഞിടാൻ. സാധാരണ കുട്ടിയുടെ ഗൃഹസ്ഥിതി അറിയാൻ ഈ ഈശ്വരൻ്റെ ഗൃഹസ്ഥിതി നമ്മൾ എന്തിനാ അറിയണത്? നമുക്ക് എങ്ങനെ അറിയാം? 4-5 കുറി മുമ്പേ താനുര ചെയ്തുള്ളതെങ്കിലും ഒരു 4-5 പ്രാവശ്യം ഇത് യശോദമ്മ നന്ദഗോപുരോട് പറയണ്ടായി. നമുക്കേ നല്ലൊരു ഗണികനെ കൊണ്ട് നമ്മുടെ കുട്ടിയുടെ ജാതകം വന്ന് എഴുതി വായിക്കാം. 4-5 കുറി മുമ്പേ താനുര ചെയ്തുള്ളതെങ്കിലും അതുതന്നെ വിചാരിപ്പതോ ദിനാൻ ഗോകുലാധിപൻ. അപ്പോൾ ഗോകുലനാഥനായിരിക്കുന്ന പിന്നെ നന്ദഗോപുര് തന്നെ ഇങ്ങോട്ട് യശോദാദേവിയുടെ അടുത്ത് പറയാണ്, അല്ല നമ്മൾ കുട്ടിയുടെ ജാതകം ഒന്ന് നോക്കണ്ടേ? ഉണ്ണിതൻ ജന്മസമയം ശരിയായോർത്തു നോക്കുകിൽ ചതയം കണ്ടിരുന്നീല പൂരോരുട്ടാതി അങ്ങിനെ. ചതയല്ല, ചതയം പൂരോരുട്ടാതി ഉത്തരട്ടാതി അല്ലേ? പൂരോരുട്ടാതി ഇങ്ങനെ ഉച്ചയല്ലൊട്ടു നീങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഇടവമായി വരാം ലഗ്നം ശരിക്കതറിവാനായില്ല. അങ്ങനെ എങ്കിലോ
ഇവരൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണേ. 11 വ്യാഴൻ എന്നാൽ എത്രയും ഉത്തമം. അതെൻ്റെ ഗുരുനാഥൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. വ്യാഴൻ 10-ലോ 11-ലോ, അതിൽ 11-ലാണ് 10-നേക്കാൾ വിശേഷം. വ്യാഴം അഷ്ടമത്തിൽ വന്ന മോശമാണ്. ഇനി ബൃഹസ്പതി അല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം അഷ്ടമത്തിലെന്ന് പറഞ്ഞാൽ ഇല്ലാന്നാ. 10-ലും 11-ലായാലാണ് ആധ്യാത്മിക പുരോഗതി ഉണ്ടാവുക ഓരോ വ്യക്തിക്കും. 11 വ്യാഴമെന്നാൽ എത്രയും ഉത്തമം. അല്ലെങ്കിൽ മിഥുനം വ്യാഴം 10-ൽ തെറ്റില്ല അതും ഗുണം. ഞാൻ പറഞ്ഞില്ലേ, മിഥുന കൂറ്, മിഥുനം വ്യാഴം 10 അത് തെറ്റില്ലതും ഗുണം. എന്നാൽ ഇടയ്ക്കിടയ്ക്കോരോ ആപത്ത് എമ്മട്ടിൽ വന്നിടും. എന്നാൽ എൻ്റെ മകന് സംശയമാണ് ഇപ്പോൾ ഇതൊക്കെ. വ്യാഴദൃഷ്ടി ഉണ്ട്, വ്യാഴം തന്നെയാണ് ഇദ്ദേഹം, സാക്ഷാൽ ജഗതീശ്വരനാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഭഗവാൻ കരുണാമൂർത്തി അതെല്ലാറ്റിലും ഈ വിധം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആപത്ത് എമ്മട്ടിൽ വന്നിടും. ഭഗവാൻ കരുണാമൂർത്തി അതെല്ലാറ്റിലും ഈ വിധം. കാത്തുരക്ഷിക്കയാൽ ഓർക്കാം ജാതകം ഭാഗ്യമുള്ളതാം. എൻ്റെ ജാതകം ഭാഗ്യമുള്ളതാണ്. കാരണം എന്താ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അതീവ സുന്ദര. ഏത് പ്രതികൂല സാഹചര്യത്തേനും തരണം ചെയ്യാനുള്ള ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭഗവാൻ നമുക്ക് തരണം, പലവരുടെ രൂപത്തിലും ഭാവത്തിലും. കാത്തുരക്ഷിക്കയാൽ ഓർക്കാം ജാതകം ഭാഗ്യമുള്ളതാം. എന്നാലും വല്ല ദൈവജ്ഞന്മാരെയും കണ്ടറിഞ്ഞിടാം. അതുമല്ല ഈ വിധം നാളെ എന്ന് ഉണ്ണികൾക്കു നാം ചോറൂണിനും പേർ വിളിക്കും. അമാന്തിക്കുകിൽ നിശ്ചയം തന്നെത്താൻ ചെന്നു ചോർവാരിയുണ്ണും 2 കിടാങ്ങളും. നാളെ ആവാം തിരക്ക്. ഈ കുട്ടികളെ കാണാൻ വരുന്ന ആൾക്കാരെ കൊണ്ടും ചിലവർ കുട്ടികൾ ഏടാകൂടത്തിൽ പോയി പെട്ടതൊക്കെ പാട് കൂടിയിട്ട് ഇവർക്ക് വേണ്ടത്ര ഔത്സുക്യത്തോടു കൂടി പേര് വിളിക്കും ചോറൂണൊന്നും പറ്റിയില്ല. അപ്പോൾ നന്ദഗോപുരം പറയാ, ഇങ്ങനെ അമാന്തിച്ച് നമ്മൾ ഇരുന്നാൽ യശോദമ്മ ചിലപ്പോൾ കുട്ടികൾ 2 ആളും കൂടിയിട്ട് വാരി തിന്നാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ചോറൂണുണ്ടാവില്ല അല്ലേ? എന്തൊരു നാടൻ ശൈലിയിലാണ് പറയണത്. അതുമല്ല ഈ വിധം നാളെ എന്ന് ഉണ്ണികൾക്കു നാം ചോറൂണിനും പേർ വിളിക്കും. അമാന്തിക്കുകിൽ നിശ്ചയം തന്നെത്താൻ ചെന്നു ചോർവാരിയുണ്ണും 2 കിടാങ്ങളും. ഏട്ടനു പേർ വിളിക്കാതെ ഈ ഉണ്ണിക്കെങ്ങനെ പേരിടും? ബലരാമൻ, അതായത് ഏട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാ, വസുദേവരുടെ ഒരു ഭാര്യയായിരിക്കുന്ന എന്താ പേര് മറന്നു, രോഹിണി അല്ലേ? രോഹിണി ദേവി ഇയാളുടെ അടുത്ത് നോക്കാനാക്കിയിട്ടാണ് പോയിരുന്നത്. അല്ലെങ്കിൽ ഇദ്ദേഹം ജയിലിൽ പോകുമ്പോൾ രോഹിണീനെ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയിരുന്നത്. അയാൾക്കൊരു ഉണ്ണി പറഞ്ഞു. അതാണ് ദേവികി ദേവിയുടെ 7ാമത്തെ പ്രസവം അലസി എന്നുള്ള പേര് ദോഷം ഉണ്ടാക്കി അത് ഇവിടെ കൊണ്ട് ഫിക്സ് ചെയ്തത്. അപ്പോൾ ആ കുട്ടിക്ക് പേരിടാതെ ഉണ്ടെങ്ങനെ ഇയാൾക്ക് പേരിടുക? അത് മോശമല്ലേ യശോദമ്മേ? അപ്പോൾ കംസൻ, അപ്പോൾ ഏട്ടന് പേർ വിളിക്കാതെ ഈ ഉണ്ണിക്ക് എങ്ങനെ പേരിടും? കംസൻ്റെ ഭീതി കൊണ്ടാണ് ആ മഹാഭാഗൻ മടിപ്പതും. അതായത് കംസൻ്റെ ശ്രദ്ധയിൽ പടരുത ഈ 2 ഉണ്ണികൾ. അപ്പോൾ കംസൻ്റെ ഭീതി കൊണ്ടാണ് ആ മഹാഭാഗൻ മടിപ്പതും. അറിയിപ്പതിനില്ലേതും സുഹൃത്തിൻ്റെ നിലയ്ക്കു നാം 2 ആൾക്കും നാമകരണം ചെയ്യിച്ചാൽ ആ മഹാശയൻ അറിഞ്ഞാലുടൻ അമ്പേന്തി അനുമോദിക്കും അപ്പോൾ അത് വസുദേവരുടെ മകനാണെന്ന് ഇവർക്കറിയാലോ. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ പേര് വിളിയോടുകൂടി രോഹിണീപുത്രനായിരിക്കുന്ന കുട്ടിക്കും പേര് വിളിച്ചാൽ നമ്മുടെ ആത്മസുഹൃത്ത് എത്ര സന്തോഷിക്കും. ഈ ഒരു പ്രീതിജനകമായിട്ടുള്ള കാര്യമാണ് ഞാനും നിങ്ങളും അവശ്യം ആലോചിച്ചിരിക്കേണ്ടത്, മറക്കാൻ പാടില്ലാത്തത്. മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മൾക്ക് സഹാനുഭൂതി ഉണ്ടാക്കാം,
മറ്റുള്ളവർക്ക് എങ്ങനെ ആശയപരമായി പ്രീതികരമായിട്ട് അവരെ നമ്മൾക്ക് സഹായിക്കാം. അപ്പോൾ രണ്ടാൾക്കും നാമകരണം ചെയ്യിച്ചാലം മഹാശയൻ അറിഞ്ഞാലുടൻ അമ്പയോന്തി അനുമോദിക്കും എത്രയും ഈ മട്ടോതി മഹാഭാഗൻ ഉത്സാഹം പൂണ്ടു വാഴവേ അണഞ്ഞാനവിടം സാക്ഷാൽ ഗർഗാചാര്യൻ തപോനിധി. ഏറും മോഞ്ചി ഒപ്പാവണ കൂട്ടത്തിൽ ഒരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും പറഞ്ഞ പോലെ സാക്ഷാൽ ഗർഗമുനി, ഗർഗഭാഗവതം പറഞ്ഞൊരു ഭാഗവതമുണ്ട്. അപ്പോൾ അദ്ദേഹം അവിടെ പെട്ടെന്ന് എത്തി. മഹാതേജസ്വി, പേർ കേട്ട യദുവംശ പുരോഹിതൻ, യദുവംശത്തിലെ ആൾക്കാരുടെ പുരോഹിതനാണ്. അതുതന്നെ വിചാരിക്കൽ എത്രയും ശുഭലക്ഷണം. വസുദേവൻ ഉപായത്തിൽ വേണ്ട മാതിരി പേരിടാനയച്ച മഹിതോദാരമാനസൻ പ്രിയദർശനൻ, പ്രിയമായവരുടെ ദാർശനങ്ങളെ അനുമോദിക്കുന്നവൻ അർത്ഥം പറയാം. അതുതന്നെ വിചാരിക്കൽ എത്രയും ശുഭലക്ഷണം. വസുദേവൻ ഉപായത്തിൽ വേണ്ട മാതിരി പേരിടാൻ അയച്ച മഹിതോദാരമാനസൻ പ്രിയദർശനൻ വേദാംഗ തത്വജ്ഞാനി. ആരാ? ഗർഗമഹർഷി. ആരാ? വേദാംഗ തത്വജ്ഞാനി, ഇതിഹാസ വിശാരദൻ. ഇതിഹാസം, മഹാഭാരതം, രാമായണം ഒക്കെ കലക്കി കുടിച്ചിട്ടുണ്ട്. പുരാണങ്ങളിലേവർക്കും സംശയം തീർത്തിടുന്നവൻ. പുരാണങ്ങളിലുള്ള സംശയങ്ങളൊക്കെ തീരുമാനം മൂപ്പര് അൾട്ടിമേറ്റാണ്. മഹാവാഗ്മി, സദാചാരസമ്പന്നൻ. മഹാവാഗ്മി ആയിട്ട് കാര്യമില്ല, സദാചാരസമ്പന്നനാവണം. വിജിതേന്ദ്രിയൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ച ആളാണ്. കണ്ടതും കേട്ടതൊന്നും തിന്നില്ല, കണ്ടതും കേട്ടതും പറയില്ല. ആത്മാരാമനായിട്ടിരിക്കും. എവിടെ കിടന്നാലും ഉറക്കം വരും. മെത്ത വേണമെന്നില്ല, പട്ടുമെത്ത വേണമെന്നില്ല. പാറപ്പുറത്തും മിനുസുള്ള മണലിലും ഒക്കെ കിടന്നുറങ്ങും. വിജിതേന്ദ്രിയൻ. സത്യധർമാതിനിരതൻ, സത്യം ധർമ്മം, സദാസേവ്യ എന്നാ. സത്യധർമാതിനിരതൻ, ഈ വണ്ണം സർവസമ്മതൻ, ജ്യോതിശാസ്ത്രത്തിൽ ഉത്കൃഷ്ട ഗ്രന്ഥം നിർമ്മിച്ച പുണ്യവാൻ. ജ്യോതിഷ സംബന്ധമായിട്ട് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജ്യോതിശാസ്ത്ര ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഗ്രന്ഥം നിർമ്മിച്ച പുണ്യവാൻ, പേർ കൊണ്ടു തന്നെ സംശുദ്ധിയേറ്റും പരമവൈഷ്ണവൻ. പരമവൈഷ്ണവാണ്, ജ്ഞാനിയാണ് അദ്ദേഹം. ഗർഗൻ എന്ന് പറഞ്ഞാൽ തന്നെ ശ്രേഷ്ഠതയെ. പൈതങ്ങളെ ഉടൻ നന്ദൻ അമ്മക്കേൽപ്പിച്ചു ഭാഗ്യവാൻ, എതിരേറ്റാൻ മഹാത്മാവ് അദ്ദേഹത്തെ അറിഞ്ഞവൻ. സർവേശ്വരൻ, അതായത് ഭഗവാനെ അറിഞ്ഞവൻ എന്നർത്ഥം. അപ്പോൾ പൈതങ്ങളെ ഉടൻ നന്ദൻ അമ്മക്കേൽപ്പിച്ചു, അതായത് നന്ദഗോപുരാണല്ലോ എടുത്ത് ലാളിച്ചേരുന്നത്. ഇപ്പോൾ അമ്മയ്ക്ക് കൊടുത്തു. ഭാഗ്യവാൻ, എതിരേറ്റാൻ മഹാത്മാവാം അദ്ദേഹത്തെ അറിഞ്ഞവൻ. സർവേശ്വരൻ തന്നെ അലിഞ്ഞെഴുന്നള്ളിയ മാതിരി. സാക്ഷാൽ മഹാവിഷ്ണു ഇറങ്ങി വന്നതാണോ? അത്രയും കേമനാണെന്നർത്ഥം. സർവേശ്വരൻ തന്നെ അലിഞ്ഞെഴുന്നള്ളിയ മാതിരി സന്തോഷമാർന്ന് സാഷ്ടാംഗം പ്രണമിച്ചു മഹാമതി. അതിൻ്റെയൊക്കെ ഒരു ഡെപ്ത്. കേമന്മാരെ, മഹാന്മാരെ താണ് വണങ്ങി ദണ്ഡ നമസ്കാരം ചെയ്യാം. പൂജിച്ചാൻ എത്രയും മോദം എന്ന് മുനിപുങ്കവൻ. ക്ഷേമവാർത്തകൾ ഓരോന്നും മെല്ലെ ചോദിച്ചറിഞ്ഞുടൻ. മെല്ലെ ചോദിക്കാന്ന് പറഞ്ഞാൽ ശബ്ദം ഘനത്തിൽ പറയരുത് വിദ്വാൻമാരോട്. താണ് വിനയാന്വിതന്മാരായിട്ട് സ്ലോലി ആൻഡ് സ്റ്റഡിലി മെല്ലെ ചോദിച്ചറിഞ്ഞുടൻ സുവർണമണിപീഠത്തിൽ ആനന്ദിച്ചു വിളങ്ങവേ. സുവർണമണിപീഠത്തിൽ രാജാക്കന്മാർക്ക് അല്ലെങ്കിൽ രാജഗുരുക്കൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ളത്. സുവർണമണിപീഠത്തിൽ ആനന്ദിച്ചു വിളങ്ങവേ ചൊല്ലിനാൻ നന്ദഗോപാലൻ എത്രയും വിനയോജ്വലൻ. വിനയത്തോടു കൂടി ഭഗവൻ ഇഷ്ടയാൽ ഈ മട്ടായ ആയുഷ്കാലം മുഴുക്കയും മിന്നിക്കും അവിടത്തെ പോലെടും സൗഭാഗ്യശാലികൾ. ആർക്കുള്ള ഞാൻ നിർത്തുകയാണ്.
ഒരു ഗസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ വന്നു. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.